ഹലോ, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ഈ ഫ്രഷ് ന്യൂ മൺഡേയിൽ ക്ലബ് FM 94.3 ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവാണ്. ഒരു പുതിയ ദിവസമാണ്. പക്ഷേ പറയാൻ പോകുന്ന പ്രണയകഥയില്ലേ, അതിച്ചിരി പഴയതാ. എന്നാലും പറയാം. അവനവളെ ആദ്യമായിട്ട് കാണുന്നത് ഒരു കല്യാണത്തിൽ വെച്ചിട്ടാ. കണ്ടപാടെ അവനവളോട് എന്തോ ഒരിഷ്ടം. ഒരുപാട് അന്വേഷിച്ച് അവനവളെ കണ്ടുപിടിച്ച് നേരെ ചെന്ന് വെട്ടി തുറന്ന് പറഞ്ഞു, ഐ ലവ് യു, ഐ ലവ് യു. അവളെ തിരിച്ചു ചോദിച്ചു, ഐ ലവ് യു എന്ന് പറഞ്ഞ എന്താ? അവൻ പറഞ്ഞു, അറിയില്ല. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതൊക്കെ നല്ലതാ, പക്ഷെ എല്ലായ്പ്പോഴും അത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. ഇവന്റെ പ്രണയം ഒരു തമാശയായിട്ടാ അവൾക്ക് തോന്നിയേ. എന്നാലും മനസ്സിൽ വെക്കുന്നതും കൊള്ളില്ല, അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുന്റെ കൂടെ. പറയാതെ ഉള്ളിൽ തന്നെ വെക്കുന്ന കാര്യങ്ങളില്ലേ, അത് മനസ്സിന് എന്നും ഒരു ഭാരമാന്ന ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു പറയുന്നത്. യോജിക്കുന്നുണ്ടോ? അഭിപ്രായങ്ങൾ പറയുന്നത് തെറ്റാ? എന്നാൽ ചിലർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറച്ചില് പാരയായിട്ടുണ്ട്. ദീപിക പദുക്കോണിനെ തന്നെ എടുക്കാം. ആദ്യം രൺബീർ കപൂറുമായിട്ട് പ്രണയത്തിലായിരുന്നു. കക്ഷിയുടെ പേര് ടാറ്റൂ ചെയ്തു, എല്ലായിടത്തും ഒരുമിച്ച് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആ റിലേഷൻഷിപ്പ് തകർന്നു. പിന്നെ സിദ്ധാർത്ഥ് മല്ലിയായിട്ട് പ്രണയത്തിലായി. IPL മാച്ചസ്, ട്രിപ്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ബന്ധവും തകർന്നു. ഇതിൻ്റെയൊക്കെ റീസണായിട്ട് എല്ലാവരും പറയുന്നത് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമാണെന്നാ. അത് വായിച്ചപ്പോൾ റീനുവിന് ഒരു സംശയമായി. കാര്യങ്ങൾ തുറന്നു പറയണ്ടേ? മനസ്സ് പറഞ്ഞു വേണം. അടുത്ത ചോദ്യം, എത്രത്തോളം പറയണം? അതിൻ്റെ ഉത്തരം എന്നൊന്ന് അന്വേഷിക്കാൻ പോവാ. എൻ്റെ കൂടെ ആയിരിക്കണം കേട്ടോ, 12 മണി വരെ. മനസ്സിൽ തോന്നിയാൽ പറയും. മറ്റേയാൾക്ക് എന്ത് തോന്നിയാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറയുന്നവർ ഒരു വശത്ത്. പറയണമെന്നുണ്ട്. ഇനി അത് കേട്ടിട്ടെങ്ങാനും ഇയാളെ നഷ്ടപ്പെട്ടാലോ? ഇത് പറയുന്ന കൂട്ടര് മറുവശത്ത്. ഇതിലേതാ ശരി? നന്ദു ലവറിന്റെ അടുത്ത് 100% ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ ആണോ? പറയാറുണ്ട്. ഇന്നവരൊന്നും മറച്ചു വെച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും 100% സത്യസന്ധമായിട്ട് തോന്നിയ പോലെ തന്നെ ലവറിന്റെ അടുത്ത് പറയാറുണ്ട്. പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വഴക്കുണ്ടായാലോ എന്ന് പേടിയില്ലേ? വഴക്കുണ്ടായിട്ടുണ്ട്. എന്നാലും പറയൂ. എന്നാലും പറയും. ഈ ചോദ്യം ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ റീനു ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലവറിന്റെ അടുത്ത് 100% ഓപ്പൺ ആണോ? ഫ്രാങ്ക് ആണോ? എല്ലാം തുറന്നു പറയോ? ആ ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യണേ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. പ്രണയം അറിയിക്കാനോ അത് മനസ്സിലാക്കിക്കാനോ ഉള്ളൊരു വേദിയാ ക്ലബ് FM ലവ് ബൈറ്റ്സ്. അത്ര ഒരു ഇഷ്ടം തുറന്നു പറയാൻ ഇന്ന് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയാ വന്നിരിക്കുന്നത്. കേട്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്നത് ബസ്സിൽ വെച്ചിട്ടാണ്. സ്ഥിരം പോകുന്ന ബസ്സിലാണ് പുള്ളി കോളേജിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. 9th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോഴത്തേക്കും എന്റെ സ്കൂളിൽ എന്റെ സീനിയർ ആയിട്ട് പഠിക്കുന്ന ഒരാളുടെ മുഖച്ചായി തോന്നിയതുകൊണ്ടാണ് ഞാൻ പുള്ളിനെ ശ്രദ്ധിച്ചത്. ബട്ട് എന്റെ നമ്മൾ പറയില്ലേ, വല്ലാത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പവർ. പിന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ. കണ്ട് വല്ലാത്തൊരു ഇന്നസെന്റ് ഫേസാണ് ഉള്ളത്. അങ്ങനെയാണ് ശ്രദ്ധിക്കാനും തുടങ്ങിയത്, ഒരടുപ്പം തോന്നിയത്. പിന്നെ പുള്ളി ഒരു ദിവസം ബസ്സിൽ ഒരു അടി ഉണ്ടാക്കി ചേച്ചിക്ക് വേണ്ടി. ആ ചേച്ചി ബസ്സിൽ വീഴാൻ പോയതാണ്. ഇവൻ കയറി അകപ്പെട്ടു.
ബസ്സിൽ അത്രയും പേരുണ്ടായിട്ടും തിരിച്ചൊരു മറുപടി പോലും പറയാനായിട്ട് ഇവൻ മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ള ആ ഒരു ഇതും കറേജ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെയാണ് അറിയുന്നത് എന്റെ സ്കൂളിൽ പഠിക്കുന്ന എന്നോട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു ജൂനിയറിന്റെ കസിൻ ആണെന്ന്. പരിചയപ്പെട്ടു. കഷ്ടകാലത്തിന് ഞാൻ വീട് മാറി വന്നത് അവന്റെ വീടിന്റെ അടുത്തേക്കാ. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പുറകിലേക്ക് നടന്ന അവന്റെ വീട്ടിലെത്താം. പിന്നെ സ്ഥിരം കാണാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ എടുത്ത് ഓട്ടായി. മിക്കവാറും അറിയാതെ നിൽക്കാൻ ഒരു വഴിയില്ല, കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ അറിയാം എനിക്ക് അവനെ ഇഷ്ടമാണെന്ന്. ആ സൂചന ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായി, ഞങ്ങൾ നല്ല കമ്പനിയാണ്. എനിക്കവന് ഒരുപാട് ഇഷ്ടമാണ്. ഇതുപോലെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ ആരോടെങ്കിലും ഇഷ്ടം പറയണോ എന്നാ മെസ്സേജ് അയക്കണം 56070 ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്.